വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 13-ാം അധ്യായം 12-13 വാക്യങ്ങൾ. യേശു അവളെ കണ്ട് അടുക്കെ വിളിച്ചു, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു. KGS എന്ന അനുഗ്രഹീതനായ കവി അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ കവിതാ സമാഹാരത്തിൽ, മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച ഈ കവിതാ സമാഹാരത്തിൽ കൂന് എന്ന പേരിൽ ഒരു കവിതയുണ്ട്. ആ കവിതയിലെ ചില വരികൾ പങ്കിടട്ടെ. കൂന്. കുനിയൂന്ന് കേൾക്കാൻ കാത്തില്ല, കുമ്പിട്ടു റബ്ബർ നട്ടല്. കുനിയൂന്ന് കേൾക്കാൻ കാത്തില്ല, കുമ്പിട്ട് റബ്ബർ നട്ടല്. പഴി കേട്ടാലും തൊഴിയേറ്റാലും പറയില്ല കിഴി വേണ്ടെന്ന് കീർത്തികാമൻ. ചുമക്കേണ്ടാത്ത നാറ്റം ചുമക്കുന്ന സന്നദ്ധതയെ കൂന്. ചുമക്കേണ്ടാത്ത നാറ്റം ചുമക്കുന്ന സന്നദ്ധതയെ കൂന്. സ്വത്വബോധമില്ലാത്തതല്ല, സ്വാഭിമാനമില്ലാത്തതല്ല, ചുട്ട മറുപടി തോന്നാത്തതുമല്ല. തോന്നിയതത്രയും ആ കെങ്കേമൻ്റെ മോന്തയ്ക്ക് തുപ്പാൻ എൻ്റെ നാവ് ഉയരായുകയെ കൂന്. തോന്നിയതത്രയും ആ കെങ്കേമൻ്റെ മോന്തയ്ക്ക് തുപ്പാൻ എൻ്റെ നാവ് ഉയരായുകയെ കൂന്. ഷീല സണ്ണി ചാലക്കുടി സ്വദേശിയാണ്. ചെയ്യാത്ത കുറ്റത്തിന് 72 ദിവസങ്ങൾ ജയിലിൽ കിടക്കേണ്ടി വന്നതിൻ്റെ നേറുന്ന ഓർമ്മകൾ പേറുന്നവൾ. കഴിഞ്ഞ ആഴ്ച പുറത്തിറങ്ങിയ സമകാലിക മലയാളം വാരികയുടെ മുഖചിത്രം ഷീല സണ്ണിയുടേതായിരുന്നു. അവരുടെ അനുഭവത്തിന് വാരിക നൽകിയിരിക്കുന്ന തലക്കെട്ട് ജീവിതം എരിഞ്ഞു കത്തിയ നാളുകൾ എന്നായിരുന്നു. 2023 ഫെബ്രുവരിയിലാണ് ചാലക്കുടിയിൽ ഒരു സാധാരണ വീട്ടമ്മയായി ജീവിച്ച് ഒരു ചെറിയ ബ്യൂട്ടി പാർലർ നടത്തിയിരുന്ന ഷീല സണ്ണിയെ ബാഗിലും സ്കൂട്ടറിലും മയക്കുമരുന്ന് LSD സ്റ്റാമ്പുകൾ സൂക്ഷിച്ച കേസിൽ എക്സൈസ് അറസ്റ്റ് ചെയ്തത്. തുടരന്വേഷണത്തിൽ ഈ സ്റ്റാമ്പുകൾ വ്യാജമാണെന്ന് കണ്ടെത്തി. അപ്പോഴേക്കും 2.5 മാസം നീണ്ട ജയിൽവാസം അവർ അനുഭവിച്ച് കഴിഞ്ഞിരുന്നു. സമൂഹത്തിലും ജീവിതത്തിലും ഒറ്റപ്പെട്ട് തലകുനിച്ച സന്ദർഭങ്ങൾ അവരെ വല്ലാതെ പിടിച്ചുലച്ചതിൻ്റെ സാക്ഷ്യം ഈ വാരികയിൽ എഴുതിയിട്ടുണ്ട്. ഷീല സണ്ണി അവരുടെ ഇരുൾ വിഴുങ്ങിയ കാലത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അവർ പറയുന്നത് ഇങ്ങനെയാണ്: ഇതുപോലൊരു നൊയമ്പ് കാലം. ബ്യൂട്ടി പാർലറിലേക്ക് എക്സൈസ് സംഘം കയറി വരുന്നു. ബാഗിലും സ്കൂട്ടറിലും LSD സ്റ്റാമ്പുകൾ കണ്ടെത്തുന്നു. മയക്കുമരുന്ന് സ്റ്റാമ്പിൻ്റെ രൂപത്തിലും ഉണ്ടെന്ന് ആദ്യമായി കേൾക്കുകയാണ്. ജീപ്പിൽ കയറ്റുമ്പോൾ ബ്യൂട്ടി പാർലറിൻ്റെ മുൻപിൽ വലിയ ജനക്കൂട്ടം. ജീവനില്ലാത്ത മനുഷ്യ ശരീരം പോലെയായി മാറി. എന്നെ പകർത്താൻ പത്രക്കാരുടെയും ചാനലുകാരുടെയും ബഹളം. എക്സൈസ് റേഞ്ച് ഓഫീസിലും മജിസ്ട്രേറ്റിൻ്റെ മുൻപിലും ഹാജരാക്കിയതിന് ശേഷം ഏതാണ്ട് രാത്രി 11:30 മണിക്ക് വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോയി. സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ള ജയിൽ ഞാൻ ആദ്യമായി കണ്ടു. രാത്രി ഒരുപോള കണ്ണടച്ചില്ല. കണ്ണടയ്ക്കുമ്പോഴൊക്കെ ഉള്ളിൽ വല്ലാത്ത ഭയം നിറഞ്ഞു. എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി എന്നാണ് ആദ്യം തോന്നിയത്. ഓരോ പ്രാവശ്യം ചോദ്യം ചെയ്യുമ്പോഴും മാനസികമായി തകർന്നു. ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ എന്ത് പറഞ്ഞാലാണ് ഉത്തരമാവുക? ഞായറാഴ്ചകളിൽ സിസ്റ്റർമാർ പ്രാർത്ഥിക്കാൻ വരും. അങ്ങനെ 72-ാമത്തെ ദിവസം അവർക്ക് ജാമ്യം കിട്ടി. അടുപ്പം പുലർത്തിയിരുന്നവർ ഈ സംഭവത്തിന് ശേഷം സംസാരിക്കാറില്ല, ഒന്ന് വിളിക്കുക പോലും ചെയ്തില്ല. നാട്ടിൽ ബ്യൂട്ടി പാർലർ നടത്താൻ കഴിയാത്ത സാഹചര്യം വന്നപ്പോൾ ചെന്നൈയിൽ ഒരു ഡേ കെയറിൽ ജോലി ചെയ്തു. ഇപ്പോൾ 5 മാസമായി ഒരു മലയാളി കുടുംബത്തിൽ 5 വയസ്സുള്ള കുഞ്ഞിനെ നോക്കി കഴിയുന്നു. ഷീല സണ്ണി തൻ്റെ അനുഭവം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു ദുർബലയായിരുന്നുവെങ്കിൽ ഈ ഭൂമിയിൽ ഞാൻ ഉണ്ടാകുമായിരുന്നില്ല. സത്യം ഒരിക്കൽ പുറത്തു വരും. ദൈവം എൻ്റെ കാര്യത്തിൽ ഇടപെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തെറ്റുകാരിയല്ല എന്നറിഞ്ഞിട്ടും തെറ്റിദ്ധരിക്കപ്പെടുന്നതോളം സങ്കടം വേറെ ഉണ്ടോ? തളർന്ന് വീണിട്ടും മിണ്ടാതെ പോയവർ, മുറിവിൽ ഉപ്പ് തേച്ചവർ, നടന്നതെല്ലാം മറക്കാൻ ശ്രമിച്ചാലും അത്ര വേഗം ആയില്ല. കാലം കടന്നു പോകുന്തോറും ഇരുട്ട് കുറഞ്ഞ് വരുന്നുണ്ട്.
ബാധ്യതകൾ ഓരോന്നോരോന്നായി തീർക്കണം. അന്തസ്സോടെ തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കണം. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷേ എവിടെയും അവൻ ചങ്ങലകളിലാണ് എന്ന് പറയുന്നത് ഫ്രഞ്ച് ചിന്തകനായ റൂസോയാണ്. യേശു ചെയ്ത അത്ഭുതങ്ങൾ കേവല അത്ഭുതങ്ങൾ മാത്രമായിരുന്നില്ല, അത് ദൈവരാജ്യത്തിൻ്റെ അടയാളങ്ങളും ആയിരുന്നു യേശു ചെയ്ത അത്ഭുതങ്ങൾ. വൈദ്യൻ ആയിരുന്നത് കൊണ്ടായിരിക്കാം ലൂക്കോസ് യേശുവിനെ കുറിച്ച് എഴുതുമ്പോൾ, യേശുവിൻ്റെ ജീവിതത്തെ വിവരിക്കുമ്പോൾ ഈ സൗഖ്യ അനുഭവങ്ങൾക്കാണ് അതീവ പ്രാധാന്യം നൽകിയത്. ലൂക്കോസ് സുവിശേഷം 13-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള ഭാഗങ്ങളിൽ നാം കാണുന്നുണ്ട്, ശബത്ത് നാളിൽ പള്ളിയിലെ ആരാധനയ്ക്ക് വന്ന 18 വർഷമായി രോഗാതുരമായ അനുഭവത്തിലായ ഒരു സ്ത്രീ, എ വുമൺ വിത്ത് എ സ്പിരിറ്റ് ദാറ്റ് ഹാഡ് ക്രിപ്പിൾഡ് ഹെർ ഫോർ 18 years. കൂനിയായ ഈ സ്ത്രീയെ ശബത്തിൽ ആരാധനയുടെ മധ്യേ യേശു സൗഖ്യം നൽകുകയാണ്. ഈ സ്ത്രീ തൻ്റെ ജീവിതാനുഭവങ്ങൾ നിസ്സംഗമായി സഹിച്ചവളാണ്. ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം 12-ാമത്തെ വചനം, യേശു അവളെ കണ്ടു, അടുക്കൽ വിളിച്ചു. രോഗി ആവശ്യപ്പെടാതെയാണ് യേശു സൗഖ്യം നൽകുന്നത്. സാധാരണ കുഷ്ഠരോഗിയായിരുന്നാലും, തളർവാദ രോഗിയായിരുന്നാലും, കനാന്യ സ്ത്രീ ആയിരുന്നാലും, യായിറോസ് ആയിരുന്നാലും യേശുവിനോട് നിലവിളിക്കുമ്പോൾ, യേശുവിനോട് അപേക്ഷിക്കുമ്പോഴാണ് സാധാരണ യേശു സൗഖ്യം നൽകുക പതിവ്. എന്നാൽ ഇവിടെ രോഗി ആവശ്യപ്പെടാതെ യേശു സൗഖ്യം നൽകുകയാണ്. എന്താണ് ഈ സ്ത്രീയെ അസ്വസ്ഥമാക്കിയിരുന്ന രോഗം? അവളെ ബന്ധിച്ചിരുന്ന എന്താണോ അതാണ് അവളുടെ രോഗം. അവളുടെ രോഗം ഒട്ടും നിവരാൻ കഴിയാത്ത കൂനിപ്പോയതിൻ്റെ കാരണം അതാണ് രോഗം. കൂനി നടക്കാൻ നിർബന്ധിക്കപ്പെട്ടതെന്തോ അതാണ് ഈ സ്ത്രീയെ ബാധിച്ചിരുന്ന രോഗം. തല ഉയർത്തി തൻ്റെ ആവശ്യങ്ങൾ പറയാൻ തടസ്സമായതെന്തോ അതാണ് ഈ സ്ത്രീ അനുഭവിച്ചു കൊണ്ടിരുന്ന രോഗാവസ്ഥ. ഈ സ്ത്രീക്ക് ത്രാണിയില്ല, ഒന്നും ആവശ്യപ്പെടുന്നില്ല. കാരണം സമൂഹം അവളെ ഒരു കൂനിയായി വച്ചിരിക്കുകയാണ്. ആവശ്യങ്ങൾ പങ്കിടാൻ ത്രാണിയില്ലാത്തവർ നമുക്ക് ചുറ്റുമുണ്ട്. കൂനിപ്പോയവർ നമ്മുടെ ഇടയിലും ധാരാളമാണ്. കുഞ്ഞിക്കൂനൻ എന്നൊരു ചിത്രം കണ്ടത് ഓർമ്മയിലുണ്ട്. കുഞ്ഞിക്കൂനനിലെ കേന്ദ്ര കഥാപാത്രം കൂനുണ്ടെങ്കിലും ഇങ്ങനെ ചരിഞ്ഞും ഉയർന്നുമൊക്കെ മനുഷ്യരെ കാണാനും മനുഷ്യരോട് ഇടപെടാനുമൊക്കെ ഒരു സാധ്യത ഉണ്ട്. പക്ഷേ ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരുടെ മുഖമോ ആലയത്തിലെ ആരാധനയോ അല്ലെങ്കിൽ ആകാശത്തെയോ കാണാൻ കഴിയാതെ അത്രയും കൂനുള്ള കഠിനമായ കൂന് ബാധിച്ച ഒരു സ്ത്രീ. സത്യത്തിൽ ഇങ്ങനെ കൂനനുഭവിക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിലും ധാരാളമുണ്ട്. ചില വ്യവസ്ഥകളും വിധിന്യായങ്ങളും ഒക്കെ വീട് ജീവിതത്തിൽ കൂനിപ്പോയവർ 49 ദിവസമായി ഒരു കൂട്ടം സ്ത്രീകൾ, പ്രമുഖമായ ഒരു രാഷ്ട്രീയ പാർട്ടികളിലും അംഗങ്ങളല്ലാത്ത ഒരു കൂട്ടം സ്ത്രീകൾ നമ്മുടെ സെക്രട്ടേറിയറ്റിൻ്റെ മുൻപിൽ കൂനിപ്പിടിച്ചിരിപ്പുണ്ട്. സംസ്ഥാനം പറയുന്നു കേന്ദ്രമാണ് സഹായിക്കേണ്ടത്, കേന്ദ്രം പറയുന്നു സംസ്ഥാനമാണ് സഹായിക്കേണ്ടത്. ഇങ്ങനെ പരസ്പരം വിരൽ ചൂണ്ടുന്നതിനിടയിൽ കൂനിപ്പിടിച്ച് ജീവിക്കേണ്ടി വരുന്ന ആളുകൾ നമ്മുടെ പരിസരങ്ങളിൽ ഉണ്ട്. ദളിതരായിപ്പോയതിൻ്റെ പേരിൽ കൂനിപ്പോയവർ, കറുത്ത നിറം ഉണ്ടായതിൻ്റെ പേരിൽ കൂനിപ്പോയവർ. നമ്മൾ ആ ഇൻ്റർവ്യൂ ശ്രദ്ധിച്ച് കണ്ടു കാണും. കറുപ്പ് നിറത്തോട് കലിതുള്ളി ഹാലിളകി സംസാരിക്കുന്ന ഭാമമാർ, കറുത്തുപോയതിൻ്റെ പേരിൽ മനുഷ്യർ അപമാനിക്കപ്പെട്ട് കൂനിപ്പോയ അനുഭവങ്ങൾ. സ്ത്രീ ആയിപ്പോയതിൻ്റെ പേരിൽ, കുഞ്ഞുങ്ങളായിപ്പോയതിൻ്റെ പേരിൽ, മെലിഞ്ഞു പോയതിൻ്റെ പേരിൽ, വണ്ണം കൂടിയതിൻ്റെ പേരിൽ, താണവർ എന്ന് സ്വയം വിധിക്കപ്പെടുന്നവർ, സ്വയം പഴിചാരി ജീവിക്കുന്നവർ, പ്രാർത്ഥനയ്ക്ക് പോലും ത്രാണിയില്ലാതെ പരിഹാസം പേടിച്ച് പള്ളിയിൽ പോലും വരാത്തവർ, ഇങ്ങനെ കൂനിയ ആളുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു നേർക്കാഴ്ചയാണ്. ദൈവത്തെ കണ്ടുമുട്ടാൻ തടസ്സമായതെല്ലാം കൂനിൻ്റെ വകഭേദങ്ങളാണ്. കൂന് നമ്മുടെ ജീവിതത്തിലെയും നമ്മുടെ പരിസരങ്ങളിലെയും ഒരു നിരന്തര അനുഭവമായി മാറിയിരിക്കുന്നു. ഇടവേളയില്ലാതെ മൊബൈൽ ഉപയോഗിക്കുന്നത് കൊണ്ട് മിക്കവാറും നമ്മളൊക്കെ കൂനികളായി മാറിയിരിക്കുകയാണ്. ജീവിത പങ്കാളിയുടെ മദ്യപാനം കാരണം, ജീവിത പങ്കാളിയുടെ വഴിവിട്ട ജീവിതം കാരണം തല ഉയർത്തി നടക്കാൻ കഴിയാതെ കൂനിപ്പോയവരുടെ ഒരു കാലത്ത് നാം ജീവിക്കുകയാണ്. ഒരു പെൺകുട്ടിയെ ഓർമ്മയിലുണ്ട്. എല്ലാ ദിവസത്തെയും പോലെ ആ പെൺകുട്ടി വളരെ സന്തോഷത്തോടെ തൻ്റെ സ്കൂളിലേക്ക് കൂട്ടുകാരും ഒന്നിച്ച് പഠിക്കാൻ പോകുന്നുണ്ട്. ആ
ജംഗ്ഷനിൻ്റെ ഒരു ഓരത്ത് കുറച്ച് ആളുകൾ കൂടി നിന്ന് പരിഹസിക്കുകയും കൂവി വിളിക്കുകയുമൊക്കെ ചെയ്യുമ്പോൾ എന്താണ് സംഭവം എന്നറിയാൻ ആ പെൺകുട്ടി ആൾക്കൂട്ടത്തിലേക്ക് ചെന്ന് തിരക്കുകയാണ്. നോക്കുമ്പോൾ സ്വന്തം പിതാവ് ശരിയായ വസ്ത്രം ധരിക്കാതെ മദ്യത്തിൽ മുങ്ങി ആ റോഡിൽ കിടക്കുകയാണ്. ആ പെൺകുട്ടി പിന്നെ സ്കൂളിൽ പോയിട്ടില്ല. അഭിമാനം നഷ്ടപ്പെട്ടു പോയ, സമൂഹത്തിൻ്റെ മുൻപിൽ തലയുയർത്തി നടക്കാൻ കഴിയാത്തവർ, ജീവിത പങ്കാളിയുടെ അപക്വമായ പെരുമാറ്റം കൊണ്ടും എടുത്തുചാട്ടം കൊണ്ടും വകതിരിവില്ലാത്ത സംസാരം കൊണ്ടും തെറ്റായ മനോഭാവങ്ങൾ കൊണ്ടും കൂനി ജീവിക്കേണ്ടി വരുന്ന ഭർത്താവ്, കൂനിപ്പോയ ഭാര്യ, മക്കളുടെ അപജയങ്ങൾ, മക്കളുടെ അപക്വമായ ഇടപെടലുകൾ, ആവേശകരമായ പ്രണയബന്ധങ്ങൾ, മക്കളുടെ ഇത്തരം നേരം പോക്കുകൾ കൊണ്ട് എത്രയോ മാതാപിതാക്കൾ തലകുനിച്ച് നടക്കുന്നുണ്ട്. വിവാഹം കഴിഞ്ഞ് 2-3 മാസം പിന്നിടുമ്പോൾ തന്നെ വിശേഷമുണ്ടോ എന്ന് ആരായുന്നവരുടെ മധ്യേ തലകുനിച്ച് നടക്കേണ്ടി വരുന്നവർ, പിന്നാലെ വർഷങ്ങൾ പലത് പിന്നിടുമ്പോൾ മക്കളില്ലെന്ന ഒറ്റ കാരണം കൊണ്ട് തലകുനിച്ച് ജീവിക്കേണ്ടി വരുന്നവർ, കുടുംബ പ്രശ്നങ്ങളിൽ തകർന്നിരിക്കുന്നവർ, അകന്നിരിക്കുന്നവർ, അവരോടും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളും പരിഹാസങ്ങളും പല ആളുകളെയും കൂനി നടക്കാൻ നിർബന്ധിതരാക്കുന്നു. ഇങ്ങനെയുള്ളൊരു സാമൂഹിക രാഷ്ട്രീയ മത സംവിധാനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് യേശുവിൻ്റെ ഇടപെടൽ. ആ ആലയത്തിൽ യേശുവിൻ്റെ സാന്നിധ്യം കൊണ്ട് സുപ്രധാനമായ ചില പരിവർത്തനങ്ങളൊക്കെ സംഭവിക്കുകയാണ്. യേശു ആ പള്ളിയിൽ പ്രസംഗിച്ചു കൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ കൂനിപ്പോയ ഈ സ്ത്രീയെ മുൻനിർത്തി ചില സുപ്രധാനമായ പാഠങ്ങൾ ലോകത്തിന് പകർന്ന് നൽകുകയാണ്. രാഷ്ട്രീയവും സാമൂഹ്യവും മതവുമായ സംവിധാനങ്ങൾ ക്രമപ്പെടുത്തിയിരുന്ന ചൂഷണ ഉപാധികളായ അതിർവരമ്പുകളെ ഭേദിക്കുന്ന ക്രിസ്തുവിൻ്റെ ഇടപെടലാണ് ലൂക്കോസ് സുവിശേഷകൻ വളരെ വ്യക്തമായി പങ്കിടുന്നത്. ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ചില കാഴ്ചകൾ നമ്മുടെ ക്രിസ്തുനാഥൻ കാണുന്നുണ്ട്. ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ യേശുനാഥൻ സഞ്ചരിക്കുന്നുണ്ട്. മറ്റുള്ളവർ സ്വീകരിക്കുവാൻ വിമുഖത കാട്ടുന്ന നിലപാടുകൾ ക്രിസ്തു സ്വീകരിക്കുന്നുണ്ട്. അത്തരം പ്രവർത്തനങ്ങളിൽ തികച്ചും സവിശേഷമായ പ്രാധാന്യത്തോടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സംഭവമാണ് കൂനിയായ സ്ത്രീയെ യേശു സൗഖ്യപ്പെടുത്തുന്ന രംഗം. ഈ കൂനിൻ്റെ സംഭവം ശ്രദ്ധയോടെ പഠിച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് 3 വിധത്തിലുള്ള പരിവർത്തനങ്ങളെങ്കിലും നമുക്ക് കണ്ടെത്താൻ കഴിയും. അവ വളരെ ചുരുക്കമായി നിങ്ങളോട് പങ്കിടട്ടെ. യേശുവിൻ്റെ സാന്നിധ്യം കൊണ്ട്, യേശു നൽകിയ സൗഖ്യം കൊണ്ട്, യേശുവിൻ്റെ സ്പർശനം കൊണ്ട് 3 വലിയ പരിവർത്തനങ്ങൾ ആ ആലയത്തിൽ സംഭവിക്കുകയാണ്. നമ്പർ 1, ഒന്നാമത്തെ മാറ്റം ഓരത്ത് നിന്ന് കേന്ദ്രത്തിലേക്ക് ക്രിസ്തു അവളെ നയിക്കുകയാണ്. ഫ്രം പെരിഫറി ടു പിവറ്റൽ. ഓരത്ത് നിന്ന് നടുവിലേക്ക്, മധ്യസ്ഥാനത്തേക്ക്, പ്രധാന ഇടത്തേക്ക് ആരാലും അറിയപ്പെടാതെ പോയ, ശ്രദ്ധിക്കാതെ പോയ ഒരു സ്ത്രീയെ കരം പിടിച്ചുയർത്തുകയാണ്. ശരീരത്തിൻ്റെ പരിമിതികൾക്കുള്ളിൽ കുടുങ്ങിക്കിടന്ന ഈ സ്ത്രീ 18 വർഷങ്ങളിലും അവൾ ഈ ആരാധനാ സമൂഹത്തിൻ്റെ ഭാഗമായിരുന്നു. എന്നാൽ ആ ആരാധനാ സമൂഹത്തിന് അവൾ അദൃശ്യയായിരുന്നു. എന്നാൽ യേശു അവളെ കണ്ടു, അരികെ വിളിച്ചു. ലൂക്കോസ് സുവിശേഷം 13-ാം അധ്യായം 12-ാമത്തെ വാക്യം. ആ സ്ത്രീയുടെ പരിമിതി കൽപ്പിക്കപ്പെട്ട ശരീരത്തിന് ദൃശ്യതയും മാന്യതയും കൈവരുകയാണ്. യേശു ആ സ്ത്രീയെ ക്ഷണിക്കുന്നതിലൂടെ ആരാധനാ സമൂഹത്തിൻ്റെ ഓരത്ത് നിന്ന് അതിൻ്റെ കേന്ദ്രത്തിലേക്ക് അവൾ മാറ്റപ്പെടുകയാണ്. ക്രിസ്തു കണ്ടതുപോലെ ഓരങ്ങളിലെ കാഴ്ചകൾ കാണാനുള്ള നിയോഗമാണ് സഭയ്ക്കുള്ളത്. റെസ്പോണ്ടിങ് ടു ദ ഗ്രൗണ്ടിങ്സ് അറ്റ് ദ മാർജിൻസ്. ഓരങ്ങളിലെ ഞെരുക്കങ്ങൾ ഒരുപക്ഷെ ഇന്നത്തെ ശബ്ദ കോലാഹലങ്ങൾക്കിടയിൽപ്പെട്ട് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോയേക്കാം. ചർച്ച് വിച്ച് ഈസ് നോട്ട് ഡിസേബിൾഡ് ഫ്രണ്ട്ലി ഈസ് എ ഡിസേബിൾഡ് ചർച്ച്. പരിമിതികളാൽ പതറി നിൽക്കുന്നവരോട് ചങ്ങാത്തം കൂടാത്ത സഭ വൈകല്യം ബാധിച്ച സഭയാണ്. ഓരങ്ങളോടും അരികുകളോടും തീരങ്ങളോടും നമ്മുടെ ക്രിസ്തുനാഥന് ഒരു പ്രത്യേക കരുതലുണ്ട് എന്നത് സുവിശേഷങ്ങളിൽ നമ്മൾ വായിക്കും. അതുകൊണ്ടാണ് വഴിയരികിലിരുന്ന് ഭിക്ഷയാചിച്ച് ജീവിച്ച ഭർത്തിമായെ, അരികിലായവനെ വഴിയിലേക്ക്, സൗഖ്യത്തിലേക്ക് ക്രിസ്തു വീണ്ടെടുക്കുന്നത്. ദേവാലയത്തിനകത്ത് പോലും പ്രവേശിക്കാൻ കഴിയാതെ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിങ്കൽ ഭിക്ഷയാചിച്ച മുടന്തനെ സൗഖ്യത്തിലേക്ക് എഴുന്നേൽപ്പിക്കുന്നത്. ധനവാന്റെ വീട്ടിലെ പടിപ്പുരയ്ക്കലായിരുന്ന ലാസറിന് അബ്രഹാം പിതാവിൻ്റെ മടിയിലേക്ക് ഉയർത്തപ്പെട്ടത്. ബെഥസ്ദാ കുളക്കരയിൽ 38 വർഷം രോഗം കൊണ്ടും ഏകാന്തത കൊണ്ടും ജീവിതത്തിൽ സങ്കടപ്പെട്ടു പോയൊരു മനുഷ്യനെ സൗഖ്യത്തിലേക്ക് വീണ്ടെടുക്കുന്നത്. തിബെരിയാസിൻ്റെ തീരത്ത് ശിഷ്യന്മാർ തങ്ങളുടെ അധ്വാനത്തിൽ ഫലമില്ലാതെ സങ്കടപ്പെട്ട് ആയിരിക്കുന്ന അനുഭവത്തിൽ കുഞ്ഞുങ്ങളെ,
കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന ചോദ്യമുയർത്തി ഒരു അമ്മയുടെ വാത്സല്യത്തോടെ, അമ്മഭാവത്തോടെ ക്രിസ്തു കരുതുന്നുണ്ട്. ഇങ്ങനെ ഓരങ്ങളും തീരങ്ങളും അരികുകളുമൊക്കെ ക്രിസ്തുനാഥൻ്റെ അനുഗ്രഹീതമായ സുവിശേഷ പ്രചാരണത്തിൻ്റെ ഇടങ്ങളാണ്, സുവിശേഷ പ്രവർത്തനത്തിൻ്റെ ഇടങ്ങളാണ്. ക്രിസ്തു കൂനിയായ സ്ത്രീയെ സൗഖ്യമാക്കുന്ന സംഭവം നടക്കുന്നത് ഒരു ശബത്ത് ദിവസമാണ്. ശബത്തിൽ ഒരു സിനഗോഗിലാണ്, ഒരു പള്ളിയിലാണ് ഈ സംഭവം നടക്കുന്നത്. സിനഗോഗിലെ ഇരിപ്പിടങ്ങൾക്കൊരു പ്രത്യേക നിശ്ചയിച്ച സ്ഥാനക്രമമുണ്ട്, ഫിക്സഡ് സോൺ. പുരുഷന്മാർക്ക് പ്രത്യേക പ്രവേശന കവാടവും ഇരിപ്പിടവും, സ്ത്രീകൾക്ക് പ്രത്യേക പ്രവേശന കവാടവും ഇരിപ്പിടവും. ഇനി ദൈവവചനം വായിക്കാനും വ്യാഖ്യാനിക്കാനും പ്രത്യേകമായി കുറച്ചുകൂടി ഉയർത്തി തയ്യാറാക്കിയ പ്രത്യേക സ്ഥാനം. സ്വാഭാവികമായും ഈ കൂനിയായ സ്ത്രീയുടെ സ്ഥാനം ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ഇടം തന്നെയായിരിക്കണം. എന്നാൽ യേശു നിന്നതും പ്രസംഗിച്ചതും ഉയരം കൂടിയ പ്രത്യേക ഇടത്താണ്. ലൂക്കോസ് സുവിശേഷം 13-ാം അധ്യായം 12-ാമത്തെ വാക്യം, യേശു അവളെ കണ്ട് അരികിലേക്ക് വിളിച്ചു. പരമ്പരാഗതമായി സിനഗോഗുകളിൽ ക്രമീകരിച്ചിരിക്കുന്ന ഇരിപ്പിടങ്ങളുടെ ക്രമത്തെയും അതിരുകളെയും യേശു മാറ്റിമറിക്കുകയാണ്. മാത്രമല്ല, ഈ സൗഖ്യം നടന്നത് ഒരു ശബത്ത് നാളിലാണ്. ശബത്ത് നാളിലെ സൗഖ്യം എന്ന് പറഞ്ഞാൽ ശബത്ത് നിയമങ്ങൾക്കെതിരാണ്. ജീവൻ്റെ ആഘോഷത്തിന്, ജീവിതത്തിൻ്റെ അന്തസ്സിന് തടസ്സമായി ക്രമപ്പെടുത്തിയിരുന്ന എല്ലാ ഘടനകളും ക്രമീകരണങ്ങളും നിയമങ്ങളും യേശു ലംഘിക്കുകയാണ്. റെസിസ്റ്റിംഗ് ദ സ്ട്രക്ചേഴ്സ് വിച്ച് ക്രിയേറ്റ് മാർജിനാലിറ്റി. സിനഗോഗിൻ്റെ ഉയർന്ന പ്രധാന ഇടത്തേക്ക് ആ സ്ത്രീയെ ക്ഷണിക്കുക വഴി ആ ഇടം അംഗീകാരത്തിൻ്റെയും ആദരവിൻ്റെയും ഇടമായി മാറുകയാണ്. അഭിമാനപൂർവം തല ഉയർത്തി നിൽക്കാൻ കഴിയുന്ന ഇടമായി യേശു ആ ആലയത്തെ പരിവർത്തനം ചെയ്യുകയാണ്. യേശു അവളുടെ മേൽ കൈവച്ചു. ലൂക്കോസ് സുവിശേഷം 13-ാമത്തെ വാക്യം. ജാതീയമായ കാരണങ്ങളാൽ സ്പർശനം വിലക്കപ്പെട്ടിരുന്ന കാലത്ത് നടപ്പ് രീതികളെ മറികടന്നുകൊണ്ട് യേശുവിൻ്റെ സ്പർശനം അവൾക്ക് സൗഖ്യത്തിന് കാരണമായി. ആചാരത്തിൻ്റെ വലക്കണ്ണികളിൽ കുരുങ്ങി നമ്മുടെ ആത്മീയത പലപ്പോഴും മനുഷ്യവിരുദ്ധമായി മാറാറുണ്ട്. അതിനെതിരെയുള്ള മുന്നറിയിപ്പിൻ്റെ ശബ്ദമാണ് ശബത്ത് ദിവസത്തിൽ തന്നെ യേശു ഉയർത്തിയത്. ഓരത്ത് നിന്ന് കേന്ദ്രത്തിലേക്കുള്ള പരിവർത്തനമാണ് ഇവിടെ സാധ്യമാവുക. കൂനിൻ്റെ ഓരത്ത് നിന്ന് കരുതലിൻ്റെ കേന്ദ്രത്തിലേക്ക് യേശു അവളെ കരം പിടിച്ച് ഉയർത്തുകയാണ്. ഇതാണ് ഒന്നാമത്തെ പരിവർത്തനം. രണ്ടാമത് അവിടെ നടക്കുന്നത് വിവേചനത്തിൽ നിന്ന് വിശാലതയിലേക്ക് ക്രിസ്തു അവളെ കരം പിടിച്ച് നടത്തുകയാണ്. ലീൻ ടു ലിബറൽ. വിവേചനത്തിൻ്റെ കൂനിപ്പോയ അവസ്ഥയിൽ നിന്ന് വിശാലതയുടെ വംശത്തിലേക്ക് യേശു അവളെ കരം പിടിച്ച് നടത്തുകയാണ്. അബ്രഹാം തങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്നതായിരുന്നു യഹൂദന്മാരുടെ വിശ്വാസ പൈതൃകത്തിൻ്റെ അടിസ്ഥാനം. ആ വിശ്വാസ വംശാവലിയിൽ തിങ്ങി നിറഞ്ഞിരിക്കുന്നത് പുരുഷന്മാരാണ്. ആൺ വംശാവലി എന്ന വിവേചന ചരിത്രത്തെ യേശു തകിടം മറിക്കുകയാണ്, യേശു തിരുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ആവണം നിവരാൻ കഴിയാതെ നിസ്സഹായായ ഒരു സ്ത്രീയെ യേശു വിളിക്കുന്നത് അബ്രഹാമിൻ്റെ മകൾ എന്നാണ്. അബ്രഹാമിൻ്റെ മക്കൾ എന്ന കൂട്ടത്തിലേക്ക് ഈ സ്ത്രീയും പരിഗണിക്കപ്പെടുകയാണ്. അബ്രഹാമിൻ്റെ മക്കൾ എന്ന നിലയിൽ വിശ്വാസത്തിൻ്റെയും ചരിത്രബോധത്തിൻ്റെയും പിന്തുടർച്ചയുടെ ശൃംഖലയിലേക്ക് ദരിദ്രരും തകർക്കപ്പെട്ട മനുഷ്യരും സക്കായിയെപ്പോലെ വെറുക്കപ്പെട്ടവരും കണ്ണി ചേർക്കപ്പെടുന്നതിൻ്റെ പേരാണ് സുവിശേഷം. എല്ലായ്പ്പോഴും ഏറ്റവും ബലവത്തായതിനെയോ ആരോഗ്യമുള്ളതിനെയോ സ്വാധീനമുള്ളതിനെയോ സമ്പത്തുള്ളതിനെയോ അധികാരമുള്ളതിനെയോ അല്ല ദൈവം തിരഞ്ഞെടുക്കുന്നത്. മാനുഷിക യോഗ്യതകളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ദൈവത്തെ അല്ല നമ്മളിവിടെ കാണുന്നത്. ദ അൺപ്രഡിക്റ്റബിൾ ഗ്രേസ് ഓഫ് ഗോഡ്. പാപത്താൽ വിവേചിക്കപ്പെട്ടവരെയും രോഗത്താൽ വിവേചിക്കപ്പെട്ടവരെയും ദാരിദ്ര്യത്താൽ വിവേചിക്കപ്പെട്ടവരെയും അപമാനത്താൽ വിവേചിക്കപ്പെട്ടവരെയും പരിമിതികളാൽ വിവേചിക്കപ്പെട്ടവരെയും ബലഹീനതയിൽ വിവേചിക്കപ്പെട്ടവരെയും കണ്ണി ചേർക്കുന്നതിലൂടെ വിശാലതയുടെ വംശാവലി രൂപപ്പെടുത്തിയവൻ്റെ പേരാണ് ക്രിസ്തു. വിവേചനം കൊണ്ട് ചുരുങ്ങിപ്പോയ വംശപരമ്പരയെ കരുണയുടെ കരം കൊണ്ട് കർത്താവ് വീണ്ടെടുത്ത് വിശാലമാക്കുകയാണ്. മനുഷ്യനാണ് സുവിശേഷത്തിൻ്റെ കാതൽ. മനുഷ്യനെ സംബന്ധിക്കുന്നതാണ് ദൈവത്തിൻ്റെ സുവിശേഷം. അവളെ തൊട്ട് സൗഖ്യമാക്കുക വഴി അവളുടെ വികലമായ ശരീരത്തിന് അംഗീകാരവും മാനവും സൗഖ്യവും നൽകുകയാണ്. അബ്രഹാമിൻ്റെ മകൾ എന്ന പദവി നൽകുന്നതിലൂടെ ഒരു പുതിയ സ്വത്വത്തിലേക്കും വംശാവലിയുടെ വിശാലതയിലേക്കും അവൾ നയിക്കപ്പെടുകയാണ്. അങ്ങനെ നാളിതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന വിവേചനത്തിൻ്റെ കൂനിൽ നിന്ന് വിശാലതയുടെ വംശാവലിയിലേക്ക്
പരിവർത്തനം ചെയ്യപ്പെടുന്ന മനോഹരമായ കാഴ്ചയാണ് നാം ആ ആലയത്തിൽ കാണുക. 3, യേശുവിൻ്റെ സാന്നിധ്യത്തിലൂടെ വളരെ സുപ്രധാനമായി നടന്നൊരു മറ്റൊരു പരിവർത്തനം, മറ്റൊരു മാറ്റം, അടിമനുഖത്തിൽ നിന്ന് ആത്മാഭിമാനത്തിലേക്ക് ഈ സ്ത്രീ ഉയർത്തപ്പെടുകയാണ്. ഫ്രം സ്ലേവറി ടു സെൽഫ് റെസ്പെക്റ്റ്. അടിമനുഖത്തിൻ്റെ കൂനിൽ നിന്ന് അന്തസ്സുള്ള ഒരു വ്യക്തിത്വമായി ഈ സ്ത്രീ ഉയർച്ച പ്രാപിക്കുകയാണ്. വാസ്തവത്തിൽ അവളൊരു ബന്ധിതയാണ്. ബന്ധിതയായവൾ, അടിച്ചമർത്തപ്പെട്ടവൾ, ഒരിക്കലും നിവരാനാവാത്ത വിധം കൂനിപ്പോയവൾ. അസാധാരണമായി എന്തെങ്കിലും ആ ആലയത്തിലും ആരാധനയിലും സംഭവിക്കും എന്ന് അവൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പതിവ് പോലെ അവൾ ആലയത്തിൽ ആരാധനയ്ക്കായി, പ്രാർത്ഥനയ്ക്കായി വന്നു. എന്നാൽ ഈ 18 വർഷങ്ങൾ നിഷ്ഫലമായില്ല. ഈ 18 വർഷങ്ങൾ വെറും വാക്കായി മാറിപ്പോയില്ല. മൃഗങ്ങൾക്ക് നൽകുന്ന പരിചരണം പോലും മനുഷ്യന് നൽകാൻ മടിക്കുന്ന മനോഭാവമാണ് ചുറ്റിലും ഉണ്ടായിരുന്നത്. ആ ആലയത്തിൽ നിറഞ്ഞിരുന്നത് ലൂക്കോസ് സുവിശേഷം 13-ാം അധ്യായം 15-ാമത്തെ വാക്യം, കാളയ്ക്കും കഴുതയ്ക്കുമുള്ള കരുതൽ പോലും മനുഷ്യർക്കില്ലായിരുന്നു. കൂനിയായി സ്ത്രീ അനുഭവിച്ചു കൊണ്ടിരുന്ന അടിമ നുഖത്തിൻ്റെ അവസ്ഥ അത്രമേൽ കാഠിന്യമേറിയതായിരുന്നു. അവളെ ആത്മാഭിമാനത്തിൻ്റെ അന്തസ്സുള്ള ജീവിതത്തിലേക്ക് കരം പിടിച്ചുയർത്തുക എന്നത് ദൈവത്തിൻ്റെ വലിയ നിശ്ചയമാണ്. പൈശാചിക പരിസരങ്ങൾ അടിച്ചേൽപ്പിച്ച ഭാരത്തിൻ്റെ കീഴിൽ അമർന്ന് കൂനിപ്പോയവൾക്ക് യേശു ആദരവും അംഗീകാരവും നൽകി. മകളെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു. ഒന്നിൻ്റെയും മുൻപിൽ, ആരുടെയും മുൻപിൽ കൂനി നിൽക്കേണ്ടവളല്ല നീ. ലേവ്യ പുസ്തകം 26-ാം അധ്യായം 13-ാമത്തെ വാക്യം, നിങ്ങൾ മിസ്രയീമ്യർക്ക് അടിമകളാകാതിരിപ്പാൻ അവരുടെ ദേശത്ത് നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാകുന്നു. ഞാൻ നിങ്ങളുടെ നുകക്കൈകളെ ഒടിച്ച് നിങ്ങളെ നിവർന്ന് നടക്കുമാറാക്കിയിരിക്കുന്നു. ഗലാത്യർ ലേഖനം 5-ാം അധ്യായം 1-ാമത്തെ വാക്യം, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമ നുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. കൂനിയായ സ്ത്രീ എന്ന സ്വത്വമാണ് അവൾക്ക് സമൂഹം കൽപ്പിച്ചു നൽകിയിരുന്നത്. അത് അവളുടെ ആത്മാഭിമാനത്തെ തീർച്ചയായും ചോർത്തിക്കളഞ്ഞിരിക്കാം. എന്നാൽ യേശു അവളെ കണ്ടു എന്നതാണ് ഇന്നത്തെ സുവിശേഷം. ആ കാഴ്ചയാണ് സൗഖ്യത്തിലേക്ക് അവളെ വഴി നടത്തിയത്. വാസ്തവത്തിൽ നമ്മുടെ ആലയങ്ങളും നമ്മുടെ ആരാധന പരിസരങ്ങളും മറ്റുള്ളവരുടെ ആത്മാഭിമാനത്തെ മുറിവേൽപ്പിക്കുന്നുണ്ടോ എന്നൊരു സ്വയം ശോധന നല്ലതാണ്. മറ്റുള്ളവരുടെ ആത്മാഭിമാനത്തെ പരിക്കേൽപ്പിക്കുന്നുണ്ടോ എന്നൊരു വിചാരണ ചെയ്യുന്നത് നല്ലതാണ്. പ്രിയങ്കരനായ സുഹൃത്ത് മോത്തി വർക്കി അച്ഛൻ്റെ ഒരു വൈറൽ പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ അച്ഛൻ പറയുന്ന ചില കാര്യങ്ങൾ ഇങ്ങനെയാണ്. നമ്മുടെ ഏതെങ്കിലും പള്ളിയിൽ ഏതെങ്കിലും ഒരാൾക്കൊരു വീട് വെച്ച് കൊടുത്തു എന്ന് വിചാരിക്കുക. അന്ന് അവൻ്റെ ആത്മാഭിമാനത്തിൻ്റെ ശവമടക്കാണ് നടക്കുന്നത്. പിന്നെ അവൻ ജീവിതത്തിൽ ആ പള്ളിയിൽ തല ഉയർത്തി നിൽക്കില്ല. കാരണം നമ്മൾ അവനെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തും, ചരിച്ചു നിർത്തും, താക്കോല് കൊടുക്കും, നിവർത്തി നിർത്തും, ഫോട്ടോ എടുക്കും, മുഴുവൻ പഞ്ചായത്തിലും പരസ്യപ്പെടുത്തി ഫ്ലക്സ് അടിച്ച് അവൻ്റെ മുഴുവൻ അഭിമാനവും തല്ലിക്കെടുത്തും. അവൻ നമ്മുടെ സഹായം സ്വീകരിക്കുന്നത് ഗതികേട് കൊണ്ടാണ്. ഗതികെട്ടവൻ്റെ തലയിൽ ഇടിമിന്നൽ പോലെയാണ് പലപ്പോഴും നമ്മുടെ സഹായങ്ങൾ. ഒരു പാവപ്പെട്ട പെൺകുട്ടിക്ക് പഠന സഹായമോ ഒരു വിധവയ്ക്ക് ഒരു ധനസഹായമോ ഒക്കെ നമ്മൾ നൽകിയാൽ ജീവിതത്തിൽ പിന്നെ അങ്ങനെയുള്ളവർക്ക് പള്ളിയിൽ തല ഉയർത്തി നിൽക്കാനായിട്ട് കഴിയില്ല. കാരണം ഇങ്ങനെ സഹായം പറ്റുന്നവർ എല്ലാവരുടെയും ഔദാര്യം പറ്റിയവരാണ്. ഇടംകൈ ചെയ്യുന്നത് വലങ്കൈ അറിയരുത്. മറ്റുള്ളവരുടെ ആത്മാഭിമാനത്തിന് പരിക്ക് പറ്റുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് നാം ബോധപൂർവം പിന്തിരിയുമ്പോൾ നാമും യേശുവിൻ്റെ പാത സ്വീകരിക്കുകയാണ്. കൂനിയായ സ്ത്രീയിൽ സമഗ്രമായ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. യേശു പള്ളിയിൽ ചെന്നപ്പോൾ, യേശു പള്ളിയിൽ പ്രസംഗിച്ചപ്പോൾ, യേശു പള്ളിയിൽ തൻ്റെ ശുശ്രൂഷ നിർവഹിച്ചപ്പോൾ ഒരു സാധാരണ സ്ത്രീ, ആരാലും കാണാതെ ആരാധനയുടെ ഒരു കോണിൽ 18 വർഷമായി മറങ്ങിയിരുന്നൊരു സ്ത്രീ തൻ്റെ ജീവിതത്തിൽ ഒരു വലിയ പരിവർത്തനത്തിന് സാക്ഷിയായി മാറി. കൂനിയായ സ്ത്രീ എന്ന സ്വത്വത്തിൽ നിന്ന് അബ്രഹാമിൻ്റെ മകൾ എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. ആകാരം നഷ്ടപ്പെട്ട ശരീരത്തിൽ നിന്ന് സന്തോഷം കൊണ്ട് നൃത്തം ചെയ്യുന്ന ശരീരത്തിലേക്ക് അവൾ ഉയർത്തപ്പെട്ടു. കൂന് ബാധിച്ച ശരീരത്തിൽ നിന്ന് സമൂഹത്തെ അഭിമുഖീകരിക്കുന്ന ആത്മധൈര്യത്തിൻ്റെ ശരീരഭാഷ അത് സ്ത്രീക്ക് കൈവന്നു. ബന്ധിതമായ ശരീരത്തിൽ നിന്ന് വിമോചനം പ്രാപിച്ച ശരീരത്തിലേക്ക് ആ സ്ത്രീ ഉയർത്തപ്പെട്ടു. അടിമനുഖത്തിൽ നിന്ന് ആത്മാഭിമാനത്തിലേക്ക്, അന്തസ്സിലേക്ക് പരിവർത്തനം നടത്തുന്ന ക്രിസ്തുവാകണം നമ്മുടെ ജീവിതത്തിൻ്റെ മാതൃക. പ്രിയങ്കരനായ സഹപാഠി റജിൻ രാജു അച്ഛൻ
ഒരു ചെറിയ കുറിപ്പ് കഴിഞ്ഞ ദിവസം ഇന്നലെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചില വാക്കുകൾ ഇങ്ങനെ കുറിച്ചു. ആ വാക്കുകളിൽ ചിലത് വായിച്ച് അവസാനിപ്പിക്കട്ടെ. ചിലരങ്ങനെ കൂനിയും കുനിഞ്ഞും വിനീത വിധേയരായി സദാ വർത്തിക്കണമെന്നുള്ളത് വരേണ്യവർഗത്തിൻ്റെ വല്ലാത്ത വാശിയാണ്. തിരിച്ചെന്തെങ്കിലും ഉച്ചരിച്ചാൽ മതം, പാരമ്പര്യം, നാട്ടുനടപ്പ് എന്നിവയുമായി ചട്ടം പഠിപ്പിക്കാൻ ഒരു വരവുണ്ട്. അത്തരം ചില സടകുഴിഞ്ഞ സിംഹങ്ങളെ നാണം കെടുത്തിക്കൊണ്ട്, ആ വാക്ക് സുവിശേഷത്തിൽ തന്നെ ഉണ്ട്, നാണം കെടുത്തിക്കൊണ്ട് ലൂക്കോസ് സുവിശേഷം 13-ാം അധ്യായം 17-ാമത്തെ വാക്യം, കൂനിപ്പോയ ഒരു സ്ത്രീയോട് നസ്രായൻ ആർദ്രതയോടെ പറഞ്ഞു, മകളെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു. നട്ടെല്ല് നിവർത്തി നേരെ നിന്നവരുടെ നയനങ്ങളിൽ നക്ഷത്രത്തിൻ്റെ ദീപക്കാഴ്ച. വിധേയത്വമല്ല, വിമോചനമാണ് സുവിശേഷം. 3 ക്രിസ്തു നൽകിയ പരിവർത്തനങ്ങളാണ് നിങ്ങളോട് പങ്കിട്ടത്. 1, ഓരത്ത് നിന്ന് കേന്ദ്രത്തിലേക്ക്, ഫ്രം പെരിഫറി ടു പിവറ്റൽ, വിവേചനത്തിൽ നിന്ന് വിശാലതയിലേക്ക്, ഫ്രം ലീൻ ടു ലിബറൽ, അടിമ നുഖത്തിൽ നിന്ന് ആത്മാഭിമാനത്തിലേക്ക്, ഫ്രം സ്ലേവറി ടു സെൽഫ് റെസ്പെക്റ്റ്. അവൻ്റെ വിരോധികൾ എല്ലാവരും നാണിച്ചു എന്നത് അവർ കുറ്റബോധം കൊണ്ട് തലതാഴ്ത്തി എന്നത് തന്നെയാണ് അർത്ഥമാക്കുന്നത്. അത് അനുതാപത്തിൻ്റെ സൂചനയാണ്. സത്യമായതും നീതിയായതും മുറുകെ പിടിച്ചുകൊണ്ട് എവിടെയും ഏത് കാര്യത്തിലും നേരെ നിൽക്കുവാൻ, ഉറച്ചു നിൽക്കുവാൻ നാം തയ്യാറാണോ? ചാഞ്ഞും ചരിഞ്ഞും ചാഞ്ചാടിയും തടിതപ്പുവാൻ തിടുക്കപ്പെടുന്നവർ നാണിക്കുന്ന കാലം വരിക തന്നെ ചെയ്യും. യേശു ഉയർത്തിയ ആ ചോദ്യം നമ്മുടെ ദേഹി ആത്മാവിൽ വരുത്തിയിരിക്കുന്ന കൂന് അനുഭവങ്ങൾക്ക് സൗഖ്യം വരുത്തട്ടെ. ലൂക്കോസ് സുവിശേഷം 13-ാം അധ്യായം 16-ാമത്തെ വാക്യം, എന്നാൽ അബ്രഹാമിൻ്റെ മകളായ ഇവളെ ഈ ബന്ധനത്തിൽ നിന്ന് അഴിച്ച് വിടേണ്ടതല്ലയോ? ആമേൻ.